നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളതെന്ന്. വാട്ട് ഹാവ് ദേ അണ്ടർസ്റ്റുഡ് അബൌട്ട് യു എന്ന് നോക്കാം. ഹാങ്ഡ് മാൻ, ഏസ് ഓഫ് വാണ്ട്സ്, പേജ് ഓഫ് വാണ്ട്സ്, ഏസ് ഓഫ് കപ്സ്, magician, king of cups, six of pentacles, high priestess, wow, three of cups. നിങ്ങളുടെ പേഴ്സൺ ആദ്യമായിട്ട് നിങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത് എന്താ അറിയോ? എന്ത് സ്റ്റക്ക് സിറ്റുവേഷനിലും പതറി പോകാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ. ആ ഒരു പതർച്ച ഒരു നിമിഷം പതറിയാൽ പോലും അതിൽ നിന്നും വളരെ വിദഗ്ധമായിട്ട് പുറത്തു കിടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. ഏത് സിറ്റുവേഷനും വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്ത് സിറ്റുവേഷൻ ഫലപ്രദമായി ഹാൻഡിൽ ചെയ്ത് അതിൽ നിന്ന് പുറത്തു വരാനുള്ള കഴിവ് നിങ്ങൾക്ക് വളരെയധികം ഉണ്ട്. അതിനുള്ള വാക്ചാതുര്യവും നിങ്ങൾക്കുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. ആൾക്കാരെ സംസാരിച്ച് വഴിക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് അറിയാം. അത്യാവശ്യം ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയുമാണ് നിങ്ങൾ. മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾ മടിച്ച് നിൽക്കാറില്ല എന്നും അവർ കരുതുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് വളരെ സ്ട്രോങ് ആണ് എന്നവർക്ക് അറിയാം. ഓക്കെ, വളരെയധികം സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. പക്ഷേ ആരെയും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കാറില്ല എന്നും ഇവർ മനസ്സിലാക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് എന്നാൽ മാനിപ്പുലേറ്റിംഗ് പവർ ഉണ്ട് താനും. മറ്റുള്ളവരുടെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. വെരി സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ പവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നും നിങ്ങളുടെ പേഴ്സൺ കരുതുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാറുണ്ട് എന്ന് അങ്ങനെയും അവർ കരുതുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് വെച്ച് നിങ്ങൾക്ക് വളരെയധികം സ്നേഹം മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും നിങ്ങളത് പുറമേക്ക് പ്രകടിപ്പിക്കുന്നില്ല എന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിനെ പറ്റിയിട്ട് അവർക്ക് വളരെയധികം ഫീൽ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ കാര്യത്തിൽ ഇവരുടെ ഫീലിങ്സ് ആവട്ടെ എന്ത് തന്നെ ആവട്ടെ നിങ്ങൾക്കത് പെട്ടെന്ന് പിടികിട്ടാറുണ്ട് എന്ന് ഇവർ കരുതുന്നു. നിങ്ങൾ സുഹൃത്തുക്കൾക്ക് വളരെയധികം വില കൽപ്പിക്കുന്ന ഒരാളാണ് എന്നും ഇവർ കരുതുന്നുണ്ട് കേട്ടോ. ഒരു ടീമിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ടീമിനെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഫ്രണ്ട്സിനാവട്ടെ ഫാമിലിക്കാവട്ടെ നിങ്ങളുടെ 100% നിങ്ങൾ കൊടുക്കാറുണ്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി കരുതുന്നത്. ഓക്കെ.